ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ കുട്ടികളോട് ഒരുപക്ഷെ നിങ്ങളും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഈ അടുത്തിടെ അമേരിക്കയിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. മാധ്യമങ്ങൾ അത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇരട്ട പ്രസവിച്ച കുട്ടികൾ, അതിൽ മൂത്ത കുട്ടിക്ക് മാരകമായ രോഗം പിടിപെട്ടു. ഡോക്ടർമാർ നല്ല രീതിയിൽ പരിചരണം ഉറപ്പുവരുത്തുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുട്ടിയുള്ളത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 30 ദിവസമായി ICUവിൽ കിടക്കുകയാണ് ഈ കുട്ടി. ഡോക്ടർമാർ അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ മരുന്ന് അത്ര നല്ല രീതിയിൽ യേശുന്നില്ല. ഈ കുട്ടി ഏത് നിമിഷവും മരണലോകത്തേക്ക് പോകും എന്ന് ഡോക്ടർമാർ വിധി എഴുതുകയാണ്. ഡോക്ടർമാർ ഒന്നിച്ച് യോഗം ചേർന്ന് അതിനുശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈശ്വര വിശ്വാസികളാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഡോക്ടർമാർ അങ്ങനെയാണ് അവസാനം പറയാറുള്ളത്. ആ സമയത്ത് മാതാപിതാക്കൾ അവർ നല്ല ഈശ്വര വിശ്വാസികളായിരുന്നു. അവർ ദിവസവും പ്രാർത്ഥിക്കാറുമുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു, ദൈവം ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാലോ. ഇത് പറഞ്ഞ് ഡോക്ടർമാർ നിൽക്കുന്ന സമയം ആ ഹോസ്പിറ്റലിലെ സീനിയർ നേഴ്സ് ഡോക്ടർമാരോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ ഇനി മുതൽ പരിചരിക്കട്ടെ. ഒരു നേഴ്സും ഡോക്ടറോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനേ പാടില്ല. കാരണം എന്താണ്, നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡോക്ടർമാർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വായിച്ച് ആവശ്യമായ മരുന്നെടുത്ത് കൊടുക്കുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ സഹായിക്കുക, ഇത് മാത്രമാണ് നേഴ്സിന് ചെയ്യാനുള്ളത്. നേഴ്സിന് ചികിത്സിക്കാനുള്ള അവകാശമില്ല. ഇവിടെയാണ് മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി ഈ നേഴ്സ് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ കുട്ടിയെ ഇനി ഞാൻ പരിചരിക്കാം. 20 വർഷമായി ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. ഇന്ന് വരെ ഒരു കൈപ്പിഴ സംഭവിച്ചിട്ടില്ല. കൈപ്പിഴ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഈ അടുത്തിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം, വലതുകാൽ ഓപ്പറേഷൻ പറഞ്ഞ് ഇടതുകാലിന് ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർമാരാണ്. അതോടൊപ്പം തന്നെ കാല് അത് ഓപ്പറേഷൻ നടത്തുന്നതിന് പകരം നാവ് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇനി ഭാവിയിൽ നിങ്ങൾ ആരെങ്കിലും ഡോക്ടർമാരാകുന്നതെങ്കിൽ വലതുകാലും ഇടതുകാലും പ്രത്യേകം തിരിച്ചറിയണം എന്ന് ഞാൻ സാന്ദർഭികമായി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി ഈ നേഴ്സ് പറയാൻ, ഞാൻ ഈ കുട്ടിയെ ഇനി മുതൽ എല്ലാവിധ ട്രീറ്റ്മെന്റും ഞാൻ കൊടുക്കാം. അപ്പൊ 20 വർഷമായി ഈ നേഴ്സിന് ഇന്ന് വരെ ഒരു കൈപ്പിഴ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഈ നേഴ്സിനെ തള്ളി പറയാൻ പ്രയാസം. എന്നാൽ നേഴ്സിന് ഇങ്ങനെ ചികിത്സിക്കാൻ അവകാശം കൊടുത്താൽ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണ്. ധർമ്മസങ്കടത്തിലായ ഡോക്ടർമാർ അവസാനം ഈ നേഴ്സിനോട് പറഞ്ഞു, ഞങ്ങളുടെ നിർദ്ദേശമില്ലാതെ ഈ രോഗിയുടെ ശരീരത്തിൽ ഒരു ട്രീറ്റ്മെന്റും നടത്താൻ പാടില്ല, പിന്നെ എന്ത് ചികിത്സയാണ്. നേഴ്സ് പറഞ്ഞു, ഞാനത് സമ്മതിച്ചു. ഉടൻ തന്നെ നേഴ്സിന്റെ രണ്ടാമത്തെ ആവശ്യം എന്താണെന്ന് അറിയുമോ? മാതാപിതാക്കളോട് പറഞ്ഞു, ഈ കുട്ടിയുടെ അനുജത്തി എവിടെ? കാരണം ഇരട്ട പ്രസവിച്ചതാണല്ലോ. ജ്യേഷ്ഠത്തി ഇവിടെ 30 ദിവസമായി ICUവിൽ കിടക്കുന്നു. ഇവർ തമ്മിൽ കണ്ട് 30 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നേഴ്സ് പറഞ്ഞു, ആ കുട്ടിയെ കൊണ്ടുവരും. നേഴ്സിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ്. രണ്ടുപേരെയും ഒരു ബെഡിൽ കിടത്തി. അങ്ങനെ പകരുന്നൊരു രോഗമല്ല, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ബെഡിൽ കിടക്കുന്നു. അനുജത്തിയോട് ഞാൻ ഏത് നിമിഷവും യാത്ര പറയേണ്ടി വരും എന്ന് ജ്യേഷ്ഠത്തിക്കോ, അതോടൊപ്പം തന്നെ തന്റെ പുന്നാര ജ്യേഷ്ഠത്തി എന്നെ വിട്ടുപോകുമെന്ന് അനുജത്തിക്കോ ഒരിക്കലും അറിയില്ല. അവർ തമ്മിൽ കളിക്കുന്നു, ചിരിക്കുന്നു. കളിചിരി തമാശകൾക്കിടയിൽ കൊച്ചനുജത്തിയുടെ കൈ ജ്യേഷ്ഠത്തിയുടെ ഈ ഹൃദയത്തിൽ തട്ടിയപ്പോൾ നിശ്ചലമായി കിടന്ന ഹൃദയം ചലിച്ചു തുടങ്ങിയെന്നാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഒരു തലോട്, നമ്മുടെ ഒരു സ്പർശനം, നമ്മുടെ ഒരു ആശ്വാസവാക്ക്, ഇത് മതി ജീവിതത്തിലേക്ക് പലരെയും മടക്കി കൊണ്ടുവരാൻ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്ര, ആ ചിത്ര ചേച്ചി ചെന്നൈയിലെ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഒരു പാട്ട് പാടുകയാണ്. നേരത്തെ ഇവിടെ ഇബ്രാഹിംകുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ആ പാട്ട് പാടാൻ അറിയുന്നവരുണ്ടെങ്കിൽ പാടണം. ഔവരു പൂക്കളുമേ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് പാട്ടാണ്. ആ പാട്ടിങ്ങനെ പാടുമ്പോൾ ഒരു 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ വേദിയിൽ ഇങ്ങനെ വിതുമ്പി കരയുന്നത് ചിത്ര ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു.
ആ ചെറുപ്പക്കാരൻ ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി കരയുകയാണ് എന്നാണ് ചിത്ര ചേച്ചി മനസ്സിലാക്കിയത്. പാട്ട് കഴിഞ്ഞ ഉടനെ ഈ ചെറുപ്പക്കാരൻ ഓടി വന്നു ചിത്ര ചേച്ചിയുടെ കാൽക്കൽ വീഴുകയാണ്. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, നിങ്ങളാണ് എന്നെ ആത്മഹത്യാമുനമ്പിൽ നിന്ന് രക്ഷിച്ചത്. ചിത്ര ചേച്ചി ആദ്യമായാണ് സഹോദരനെ കാണുന്നത്, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക? ചേച്ചിക്കൊന്നും മനസ്സിലായില്ല. അവസാനം ചിത്ര ചേച്ചിയോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കണക്കാക്കി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കയറെടുത്ത് എന്റെ കഴുത്തിൽ കുരുക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ കേൾക്കുകയാണ്, നിങ്ങളുടെ പാട്ട്, ഒവ്വൊരു പൂക്കളുമേ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഒരു കല്ലിൽ നിരവധി തവണ ശില്പി ഉരുകൊണ്ട് അടിക്കും, ആഞ്ഞാഞ്ഞടിക്കും, അവസാനം ഒരുപാട് അടിയേറ്റുകൊണ്ടാണ് മനോഹരമായ ഒരു ശില്പം ഉണ്ടാകുന്നത്. എന്നതുപോലെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്നു. ആ തിരിച്ചടികളെ തരണം ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കണം എന്ന അർത്ഥത്തിൽ നിങ്ങൾ ജീവിതത്തിൽ പൊരുതണം. അന്തിമ വിജയം നിങ്ങളുടേതാണ് എന്ന് പറയുന്ന ഈ മനോഹരമായ പാട്ട് എനിക്ക് വീണ്ടും ജീവിക്കണം എന്ന വാശിയും കൊതിയും എന്നിൽ വളർത്തുകയുണ്ടായി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയിരുന്നത് തിരിച്ചു വന്നുള്ളതാണ്. ഞാൻ ഈ രണ്ട് സംഭവങ്ങളും പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പ്രളയത്തെ നേരിട്ടു. ആ പ്രളയത്തിൽ പലതും നഷ്ടമുണ്ടായപ്പോൾ ജീവഹാനി സംഭവിച്ചവരുണ്ട്, അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്, ഒരുപാട് ആളുകൾക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. പലർക്കും ഈ വീടോ അല്ലെങ്കിൽ സ്വത്തോ തിരിച്ചു കിട്ടാതെ ഇന്നും പ്രയാസപ്പെടുമ്പോൾ നമ്മളെ താങ്ങി നിർത്താൻ ഈ പേരാമ്പ്രയിലെ കൂട്ടായ്മ അവർ ഇവിടെ വന്നു, വീട് നിർമ്മിച്ചു. വീണ്ടും അവർ സഹായഹസ്തങ്ങളുമായി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇന്നൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താണ്? യൂണിഫോമിന് പണം തികയാതെ, പുസ്തക സഞ്ചി വാങ്ങിക്കാൻ കഴിയാതെ, പുതിയ കുട വാങ്ങിക്കാൻ കഴിയാതെ, പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ കഴിയാതെ, അതോടൊപ്പം തന്നെ ദിവസവും പോഷകാഹാരം കഴിക്കാൻ കഴിയാതെ എത്രയോ കുട്ടികൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അവിടെയാണ് നിങ്ങൾ പഠിച്ചുകൊള്ളൂ, നിങ്ങൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ശാസ്ത്രജ്ഞരാവണം. ഇവിടെ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് നാളെ നോബൽ സമ്മാനം വാങ്ങിക്കുന്നവർ ഈ പ്രദേശത്തു നിന്നുണ്ടാവണം, ഈ പ്രദേശത്തു നിന്ന് വളർന്നു വരണം എന്ന് പറയുകയാണ്. അപ്പൊ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ മനസ്സിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഞാനൊരു സാമൂഹ്യ ജീവിയാവും എന്നുള്ളതാണ്. നിങ്ങൾ നാളെ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആവും, പക്ഷെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്ന, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, അവരെ തലോടാൻ കഴിയുന്ന, നല്ല വാക്കുകൾ പറയാൻ കഴിയുന്ന നല്ല മനുഷ്യനും കൂടെ ആയി മാറണം. അങ്ങനെ നല്ല മനുഷ്യരായി മാറുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവരാരും ഇവിടെ ഈ കോളനിയിലെ നമ്മുടെ ബന്ധുക്കളല്ല. ഇവർ നേരത്തെ ഇബ്രാഹിം കുട്ടി സാഹിബിനെ എനിക്ക് അറിയാം എന്ന് മാത്രം. എന്നാൽ നമ്മുടെ ബന്ധുക്കളല്ലാത്ത അവർ ഇവിടെ തേടി വന്നിട്ടുള്ളത്, അവർ സഹായവുമായി വന്നിട്ടുള്ളത് സാമൂഹ്യ ജീവിതത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നതുപോലെ നാളെ നിങ്ങളും ജോലിക്കാരായി മാറുമ്പോൾ, അഞ്ചക്ക ശമ്പളം വാങ്ങിക്കുന്നവരായി മാറുമ്പോൾ, വിദേശങ്ങളിൽ പോയി വലിയ വലിയ നിലകളിൽ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന തസ്തികയിൽ എത്തുമ്പോൾ, ഇതുപോലെ നമ്മുടെ നാടുകളിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ തലോടാനും അവർക്ക് സഹായഹസ്തങ്ങൾ വെച്ചു നീട്ടാനും നിങ്ങൾക്കും കഴിയണം. ഈ ഇങ്ങനെ സ്കോളർഷിപ്പുകൾ ഏറ്റുവാങ്ങി പഠിച്ചവരൊക്കെ ലോകത്ത് വലിയ തലത്തിലെത്തിയിട്ടുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു, ചെലോട്ട് അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം റാങ്ക് ഹോൾഡർ കൂടിയായിരുന്നു. അന്നത്തെ ചെന്നൈ സർവകലാശാലയില്, അതോടൊപ്പം തന്നെ SSLC പരീക്ഷയിലൊക്കെ റാങ്ക് ഹോൾഡറായ 1ാം റാങ്ക് വാങ്ങിച്ച ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്ന് പറയുമ്പോൾ, അതോടൊപ്പം തന്നെ പഠിക്കാൻ നല്ല കഴിവുണ്ട്, പക്ഷേ സാമ്പത്തിക ശേഷിയില്ല. എന്നാൽ നാട്ടും പ്രദേശത്തെ കുട്ടികൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികളെ കണ്ടെത്തി പഠിക്കാൻ കഴിവുള്ളവർക്ക് സഹായം കൊടുക്കാൻ ബാഫിന് തങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ മനുഷ്യൻ തീരുമാനിച്ചു. ആ മനുഷ്യന്റെ തീരുമാനത്തിന്റെ ഫലമായി അതൊരു ഇൻഡിവിജ്വൽ സ്കോളർഷിപ്പ് ആയിരുന്നു. അദ്ദേഹം സ്വമേധയ കൊടുക്കുന്ന ആ സ്കോളർഷിപ്പ് കൈപ്പറ്റിക്കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ മിന്നിമറിഞ്ഞ 56 വയസ്സിനിടയിൽ എല്ലാ പദവികളും വഹിച്ച് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറിയ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേരളം അംഗീകരിച്ച എല്ലാവരും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം. ആ CH സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് സ്കോളർഷിപ്പ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നു. ഈ സ്കോളർഷിപ്പിൽ നിന്ന് അത് ഏറ്റുവാങ്ങുന്നവർ നാളെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കളക്ടർ, അഭിഭാഷകർ എല്ലാ നിലകളിലേക്കും എത്തണം. നിങ്ങളെ രാജ്യവും ലോകവും ഒക്കെ അംഗീകരിക്കും. ഒരു കാര്യം, നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തെ അടയാളപ്പെടുത്തണം.
ഞാൻ ഇതുവരെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും നെൽസൺ മണ്ടേല മുതൽ സാമൂഹ്യ സേവനം നടത്തിയവരൊക്കെ പറഞ്ഞു. 2022 ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പത്മശ്രീ നൽകിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ കോളേജിൽ പോയിട്ടില്ല, ആ മനുഷ്യൻ സ്കൂളിൽ പോയിട്ടില്ല, ആ മനുഷ്യൻ സ്വന്തം പേരെഴുതാൻ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയില്ല. ബാംഗ്ലൂർ പട്ടണത്തിൽ 2 വിദേശികൾ വന്നുകൊണ്ട് അദ്ദേഹം ഒരു ഓറഞ്ച് കച്ചവടക്കാരനാണ്. ആ ഓറഞ്ച് കച്ചവടക്കാരനോട് ചോദിച്ചു, 1 കിലോ ഓറഞ്ചിന് എന്താണ് വില? ഈ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കി, എന്റെ നാട്ടിലൊരു സ്കൂളില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വന്നത്. ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. എന്റെ മക്കൾക്കും ഇതേ ഗതിയാണ്, ഇതേ ദുർഗതി എന്റെ മക്കളെ കാത്തിരിക്കുകയാണ്. എന്റെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ഈ ദുർഗതിയാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയാത്തതുപോലെ എന്റെ കുട്ടികൾക്ക് അവസ്ഥ ഉണ്ടാവരുത്. അദ്ദേഹം ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു, എന്റെ നാട്ടിൽ സ്കൂൾ തുടങ്ങണം. ആരാ തീരുമാനിക്കുന്നത്? കേവലം ഒരു ഓറഞ്ച് വിൽക്കുന്ന ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. ആ ഓറഞ്ച് വിൽപ്പനക്കാരൻ ദിവസവും അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ ചെറിയ പണം മിച്ചം വരുത്തി അദ്ദേഹത്തിന്റെ സ്വപ്നം എല്ലാവരോടും പറയാൻ തുടങ്ങി. ഇതെല്ലാവരും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ദീനാനുകമ്പയുള്ളവർ, ഉദാരമതികൾ ഒക്കെ അതിനെ സഹായിച്ചു. ഇന്ന് 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ മാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രം 2022 പത്മശ്രീ നൽകി, അവാർഡ് നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ പേര് അരകേള ഹജപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു മദ്രസയിലായിരുന്നു അദ്ദേഹം സ്കൂളിന്റെ തുടക്കം ചെറിയ രീതിയിൽ തുടങ്ങിയത്. 1000 ആളുകൾ പഠിക്കുന്ന സ്കൂൾ. രാഷ്ട്രം അദ്ദേഹത്തെ അംഗീകരിച്ചു, ആദരിച്ചു. ഇന്ന് കർണാടകയില് ഡിഗ്രി പാസ്സാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം കുട്ടികൾ പഠിക്കണം. കർണാടകയിലെ യൂണിവേഴ്സിറ്റികളിൽ പാഠപുസ്തകമാണ് അദ്ദേഹം. അപ്പം പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ ഹരകേള ഹജപ്പ സൃഷ്ടിച്ച വിദ്യാഭ്യാസ വിപ്ലവം പോലെ നമ്മുടെ ഈ കോളനിയിൽ നിന്ന് നല്ല നിലയിലേക്ക് ഉയരുന്നവരാണ്. ഇവിടെ പറഞ്ഞു, സർക്കാർ ജോലി വാങ്ങിക്കുന്നവരായി മാറണം, നിങ്ങളെ സഹായിക്കും, ആ ജോലി വാങ്ങിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ജോലിയുടെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വയനാട്ടുകാരാണ്. ഇവിടെ ധാരാളം ക്ഷീര കർഷകർ, പശുവിനെ വളർത്തുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു പക്ഷേ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ കുട്ടികൾ ഒരു ദിവസം ആ പശുവിനെ വളർത്തുന്ന രീതി ഒന്ന് നോക്കണം. അവരെത്ര രാവിലെ എഴുന്നേൽക്കണം അല്ലേ? അതിനെ കറവ നടത്തണം, എന്നിട്ട് അത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം, അതിന് പുല്ല് കൊടുക്കണം, തീറ്റ കൊടുക്കണം. നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അവർ മാതാപിതാക്കൾ ഈ പ്രവർത്തനത്തിലായിരിക്കും. അതോടൊപ്പം തന്നെ ബന്ധുക്കളെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ, ഇപ്പൊ കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ അയൽവാസികളെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ വീട്ടിൽ ഏൽപ്പിച്ച് ഞങ്ങൾ 2 മണിക്കൂർ കഴിയുമ്പോൾ മടങ്ങി വരാമെന്ന് പറയും. ആർക്കും പ്രശ്നമില്ല, അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് പോവാം. എന്നാൽ 4 പശുക്കളെ ആരെങ്കിലും വീട്ടിൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 2 ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടെ ആരെങ്കിലും സ്വീകരിക്കുമോ? അതിനോട് അനിഷ്ടമുണ്ടായിട്ടല്ല, പകരം അതിനെ പരിചരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ക്ഷീര കർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളിപ്പം കച്ചവടക്കാരൊക്കെ കാണും ചുറ്റുഭാഗത്തും. ആ കച്ചവടക്കാരൻ എത്ര രാവിലെ എഴുന്നേൽക്കണം, എന്നിട്ട് പോയി കട തുറക്കണം, പച്ചക്കറിക്കട, ആ പച്ചക്കറി വാങ്ങിക്കുന്നത് മുഴുവനും വിൽപ്പന നടത്താൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പലതും അതിന് നാശം സംഭവിക്കും. ഉദ്ദേശിച്ച ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു കട തുറന്നാൽ രാത്രി വരെയും ആ കടക്കാര് അവിടെ ഇരിക്കണം. അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽസുകാർ, ഇപ്പം കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാള് ആ വിത്ത് വിതക്കുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഇബ്രാഹിം സാഹിബും മാഷും കേൾക്കാൻ പറയാണ്, വയനാട്ടിൽ വിത്ത് വിതച്ചാൽ വിളവെടുപ്പ് നടത്തുന്നത് കർഷകരല്ല, ആനയും അതോടൊപ്പം തന്നെ കുരങ്ങും മറ്റ് പല ജീവികളും വന്ന് അതൊക്കെ വിളവെടുപ്പ് നടത്തി പോവുകയാണ്. ഈ വിളവെടുപ്പ് കർഷകന് കിട്ടിക്കൊള്ളണമെന്നില്ല. മഴ ഒന്ന് കൂടിയാൽ, കാലാവസ്ഥ ഒന്ന് മാറിയാൽ കൃഷി നാശത്തിലാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമാണ്. അതോടൊപ്പം തന്നെ ഒരു കച്ചവടക്കാരൻ വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഒരു ക്ഷീര കർഷകനും വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഇവിടെയാണ് നമ്മൾ സർക്കാർ ഉദ്യോഗത്തിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. സർവീസിൽ കയറിയാൽ മതി. സർവീസിൽ കയറിയാൽ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും, സർക്കാരിന്റെ എല്ലാവിധ തലോടലും കിട്ടുകയാണ്. ഇവിടെ ആരെങ്കിലും പ്രസവം, സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ സഹോദരിമാർ, ആ സഹോദരിമാർക്ക് സർക്കാർ ജോലി അല്ലാത്ത ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ ലീവുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. മാത്രമല്ല പ്രസവം സ്ത്രീകളുടേതാണെങ്കിൽ ലീവ് ഇപ്പം പുരുഷന്മാർക്ക് കൂടെ കൊടുത്തിരിക്കുകയാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതിന്റെ മുൻകാല പ്രാബല്യത്തിൽ നമുക്ക് ആ ലീവ് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു.
അപ്പൊ ആ ലീവ് ഇപ്പം കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, എന്തെല്ലാം ഓഫറുകളാണ്. മാത്രമല്ല എത്ര അവധികളാണ് കിട്ടുന്നത്. അവധികളുണ്ട്. അവധി എന്ന് പറയുമ്പോൾ മനസ്സിന് ഇത് ആളുകളെ നിഷ്ക്രിയമാക്കാനല്ല, പക്ഷെ ആ അവധി നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ജോലികളും ചെയ്യാനും മറ്റു പലതിലും വ്യാപൃതരാവാനും ഒക്കെ കഴിയും. അപ്പോൾ സർക്കാർ ജോലിക്ക് മാത്രമേ ഇതുള്ളൂ. കോവിഡ് വന്നപ്പോ ആത്മഹത്യ ചെയ്തവർ, വലിയ കെട്ടിടത്തിന്റെ മുതലാളിമാർ, ബസ്സിന്റെ മുതലാളിമാർ ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പക്ഷേ അപ്പോഴും കുരുങ്ങാതിരുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം നിങ്ങൾ സർക്കാർ സർവീസിൽ കയറുമ്പോൾ ജോലി സമയത്ത് ശമ്പളം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷനും. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ചുവടുവെപ്പ്, ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഒരു 7 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നമ്മൾ കഷ്ടപ്പെടുമ്പോ എത്ര വർഷം ജീവിതമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നീട് കിട്ടാനുള്ള? 60 വർഷം, ഒരു 20-25 വർഷം. ഇപ്പോൾ ശരാശരി 80-85 വയസ്സൊക്കെ നമ്മുടെ ആയുസ്സാണ്. അപ്പൊ ആ ആയുസ്സിൽ നേരത്തെ പ്രായംകുട്ടിക്ക് പറഞ്ഞു, നിങ്ങളെ മാതാപിതാക്കൾക്ക് 10 വർഷം ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരു 10 വർഷം പ്രയാസപ്പെടുമ്പോ ആ പ്രയാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കൂടെ അസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പരം സന്തോഷം എന്താണ്? അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ കലണ്ടറിൽ എഴുതി വെക്കണം. നിങ്ങളുടെ ഡയറിയിൽ ഇന്നത്തെ ദിവസവും സമയവും എഴുതി വെക്കണം. ഞങ്ങളുടെ പ്രചോദനം, ഈ സ്കോളർഷിപ്പ് വലിയ പ്രചോദനമായി എന്ന് ഭാവിയിൽ നിങ്ങൾ പറയും. ആ രീതിയിൽ വയനാടിനെ സ്നേഹിച്ച, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് സഹായഹസ്തങ്ങൾ നീട്ടിയ, മാത്രവുമല്ല ഒരുപാട് സ്വപ്നങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞ് ഇന്ന് പിരിഞ്ഞു പോവുകയല്ല, ഇനിയും കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയും, അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും സംസാരം നമുക്ക് ഒരു ടോണിക്കിന്റെ ഫലമാണ് നൽകിയിട്ടുള്ളത്. കാരണം രണ്ടുപേരും ആ ലെവലിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങളുടെ വരവ് പോലും, നിങ്ങളുടെ സാന്നിധ്യം പോലും ഈ കുട്ടികൾക്ക് വലിയ പ്രചോദനം നൽകും. ആ രീതിയിൽ അവർക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ദൈവം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവർക്ക് അവരുടെ എല്ലാ ഏർപ്പാടുകളിലും അതിന്റെ ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് സർവേശ്വരനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഉമ്മർക്ക് സംസാരിച്ചപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അത് അദ്ദേഹത്തിന് പഴയ, അപ്പൊ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിനൊക്കെ മനസ്സിൽ ഞാൻ ആ രീതിയിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഞാൻ അപ്പുറത്തെ ഡിവിഷൻ മെമ്പറായിരുന്നു. ഇനി ആരെങ്കിലും ചോദിക്കുക ഇയാളെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ മറ്റേ അപ്പുറമാണ്, ഞാൻ കമ്പളക്കാടാണ്. അപ്പൊ നിങ്ങളൊക്കെ കാണാനും എനിക്ക് പ്രായംകുടി സാഹിബിനോടും മാഷോടുള്ളൊരു നന്ദി. വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തന്നതിന്. കാരണം ഞങ്ങളിങ്ങനെ റോഡിന്റെ നേരിട്ടാടി അപ്പുറം ചുണ്ടക്കുന്ന്, ഇപ്പുറം പനവൻ അപ്പുറത്തൂടെയാണ് പോക്ക്. അപ്പൊ ഇങ്ങനെ വയനാട്ടില് ഒരു പ്രദേശമുണ്ട്, ഒരു കോളനി ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ട് എന്നുള്ളത് വയനാട്ടുകാരായ ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഉള്ള ഒരു സന്തോഷം. നിങ്ങളുടെ ഈ സ്വപ്ന ഭവനം, ആ ഭവനമൊക്കെ യാഥാർത്ഥ്യമായി ഇതിൽ നിന്ന് ഇനിയും ഒരുപാട് നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു ശാസ്ത്രജ്ഞനോ കളക്ടർക്കോ സാഹിത്യ സാമൂഹിക രംഗത്തെ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്കോ സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങ് നമുക്കിവിടെ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ ഇന്നത്തെ ഈ സഹായം പ്രചോദനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കുന്നു. ഇനി അടുത്തതായി